ഹായ് ഫ്രണ്ട്സ്, VN വീഡിയോ എഡിറ്റർ ട്യൂട്ടോറിയലിൻ്റെ 4th വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു വീഡിയോയുടെ വോയിസ് എക്സ്ട്രാക്റ്റ് ചെയ്ത് എങ്ങനെ മറ്റൊരു വീഡിയോയിലേക്ക് മെർജ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കൂടാതെ VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് വോയിസ് റെക്കോർഡ് എങ്ങനെ ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിനായി നമുക്ക് VN വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ടൈംലൈനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക് വാട്ടർമാർക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു വീഡിയോയുടെ വോയിസ് ആണ് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത് മറ്റൊരു വീഡിയോയിലേക്ക് മെർജ് ചെയ്യേണ്ടത്. അതിനായി നമുക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ വോയിസ് സെപ്പറേറ്റ് ആയിട്ട് മുകളിലൊരു പുതിയൊരു ടൈം ലൈനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു ഫയൽ സെലക്ട് ചെയ്ത് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ ആദ്യം എക്സ്ട്രാക്റ്റ് ചെയ്ത ഓഡിയോ ആഡ് ചെയ്യേണ്ടത്. അതിനായി നമുക്ക് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് ഇതേപോലെ ഫ്രണ്ടിൽ കൊണ്ടുവരാം. ഇനി നമ്മൾ ആഡ് ചെയ്ത വീഡിയോയുടെ വോയിസ് നമുക്ക് ഇവിടുന്ന് മ്യൂട്ടാക്കി കൊടുക്കാം. ഇവിടെ വോളിയത്തിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വോയിസ് ഇവിടുന്ന് മ്യൂട്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ വോയിസിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്കിവിടെ ട്രിം ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. അതേപോലെ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് വോയിസ് എടുത്ത വീഡിയോയും ഇവിടെ കാണാം. അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത വീഡിയോയിലേക്ക് നമ്മൾ ആദ്യത്തെ വീഡിയോയുടെ വോയിസ് ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മറ്റൊരു വീഡിയോയുടെ വോയിസ് എക്സ്ട്രാക്റ്റ് ചെയ്ത് പുതിയൊരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഒരു വീഡിയോ ക്ലിപ്പിലേക്ക് നമുക്കൊരു വോയിസ് റെക്കോർഡ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ടൈം ലൈനിലേക്ക് ആഡായി. നമുക്ക് ഈ വീഡിയോയിൽ ഓൾറെഡി സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വോളിയം ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് 0 ആക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കാം. നമുക്ക് ഈ വീഡിയോയുടെ വോയിസ് 0 ആയി. അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10ലോ 25ലോ വെച്ച് എത്രയാണ് വോളിയം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 15ൽ വോളിയം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇനി നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് വോയിസിൻ്റെ ഒരു ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക്, എഫക്റ്റ്, റെക്കോർഡ് ഇത് മൂന്നും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ നമുക്ക് റെക്കോർഡ് സെലക്ട് ചെയ്യാം. റെക്കോർഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് 1 2 3 കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വോയിസ് ഇവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി നമ്മൾ തെറ്റായിട്ടുള്ള വാക്ക് പറഞ്ഞ് നമ്മൾ തെറ്റിപ്പോയെന്ന് വെച്ചെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ട്രിം ചെയ്ത് നമുക്ക് വീണ്ടും റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്ത് നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എങ്ങനെ ഒരു വീഡിയോയുടെ വോയിസ് എക്സ്ട്രാക്റ്റ് ചെയ്ത് മറ്റൊരു വീഡിയോയിലേക്ക് മെർജ് ചെയ്യാമെന്നും അതേപോലെ എങ്ങനെ ഒരു വീഡിയോയ്ക്ക് വോയിസ് റെക്കോർഡ് കൊടുത്ത് നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം.